ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഷാൻസ് വേൾഡ്. ഇന്ന് നമുക്കൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസാണ് എടുത്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഇത്രയും ഐറ്റംസാണ് ഞാനിതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയായി കുനുകുനാന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാതും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് വേവിച്ചിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും സവാളക്കാണല്ലോ കുറച്ച് വേവ് കൂടുതലുള്ളത്. സവാള ഉണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, കറിവേപ്പില, തക്കാളി, പച്ചമുളക്, ഇത്ര ഐറ്റംസാണുള്ളത്. അതിൽ സവാള വേവ് കൂടുതലുള്ള സവാളേനെ ഞാൻ ആദ്യം എണ്ണയിലേക്ക് ഇടാണ്. അപ്പം അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഈ സമയം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാനും പെട്ടെന്ന് വാടി കിട്ടാനൊക്കെ നല്ലതാണ്. അപ്പം ഞാൻ ഈ സമയത്ത് തന്നെയാണ് ഉപ്പ് ചേർക്കൽ. ജസ്റ്റ് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. തീയെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ, ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. അപ്പം നമ്മളെ ഉള്ളി ഡ്രൈ ആയിപ്പോവും ചെയ്യും, പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിപ്പം ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിക്ക് ഫസ്റ്റ് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ 3 ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒക്കെ തുറന്ന് വെച്ചിട്ട് വേണ്ട, മൂടി വെച്ചിട്ടൊന്നും ചെയ്യരുത്. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു നമ്മൾ ചിക്കൻ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ചൊരു ചിക്കൻ മസാല, ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂണോളം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ ഇനി നമുക്ക് ചിക്കനും ചേർത്ത് കൊടുക്കാം. ഒന്നിങ്ങോട്ട് പൊടികളൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട്, ചിക്കനൊക്കെ ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് തന്നെ അധികം കുക്കിംഗ് ടൈം ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന ഒരു സമയം അത്ര മാത്രമേ നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ടതുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇറച്ചിയും ഉള്ളിയുടെ മിക്സും എല്ലാം കൂടി നല്ല ഒന്ന് കൂടി ചേരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് കുഴയണം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ തന്നെ അത് മതിയാവും. അങ്ങനെ കടിക്കൊന്നുമില്ല, നമ്മൾ ചെറുതാക്കി അരിഞ്ഞതല്ലേ. അപ്പോൾ ഇനി ചെറിയ ബൈറ്റൊക്കെ കിട്ടിയാൽ നല്ല രസമായിരിക്കും. ഈ സമയത്ത് ഗരം മസാല ചേർക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഉണ്ടാവും, 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് ഒരു എരിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ടാണ് അത്രയും ചേർക്കണം. ഇനി എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറക്കാം, പക്ഷേ ഇത് എരിവ് കൂടൊന്നുമില്ല. അത്രയും ഉള്ളിയും ഒക്കെ ഉള്ളതല്ല, വേറെ അധികം പച്ചമുളകില്ല, വേറെ 2 പച്ചമുളക് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കൂടുതലാവുമൊന്നുമില്ല. അതും ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഇളക്കി കൊടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്കൊന്ന് കുറച്ച് സമയം മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അതെല്ലാം കൂടെ ഒന്ന് നല്ല പിടിച്ച് കിട്ടാനാണ്, നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഈ ലാസ്റ്റ് സമയത്തൊന്ന് മൂടി വെച്ചെടുക്കുമ്പോൾ. അങ്ങനെ അതിൻ്റെ ആവിയൊക്കെ ഉള്ളിലേക്ക് കയറി നല്ല ചൂടായി വന്ന സമയത്ത് നമുക്ക് മൂടി തുറന്നിട്ട് ഇതിലേക്ക് മല്ലിയിലയും ഈ സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കണം കറിവേപ്പിലയും മല്ലിയിലയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫാക്കുന്ന കേട്ടോ നല്ലത്, അല്ല ഞാൻ ഇതിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റൊക്കെ പോവും. ഞാൻ അങ്ങനെ ഇലകളൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ കത്തിക്കാറില്ല, പച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ നഷ്ടം വരും. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് റോള് ചുറ്റാൻ വേണ്ടിയിട്ട് ഒരു ദോശ ചുട്ടെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കോഴിമുട്ടയും അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 300 ml ഓളം വെള്ളം അതും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് കറക്കിയെടുക്കാം.
ഈ അടിച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ അതിന് വേണ്ടത്. അധികം ലൂസാവാനും പാടില്ല, അധികം കട്ടിയാവാനും പാടില്ല. ഇത് കറക്റ്റാണ്. അധികം ലൂസായാൽ നമ്മളെ ദോശ തീരെ കട്ടിയില്ലാതാവും. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അധികം കട്ടിയായാൽ നമ്മുടെ ദോശ എന്ത് ചെയ്യും, നല്ല കട്ടിക്കനായി നിൽക്കുമ്പോൾ അത് കഴിക്കാൻ അത്ര രസം ഉണ്ടാവില്ല, ഒരുപാട് മാവുള്ള പോലെ തോന്നും. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഒഴിച്ചാൽ ഒഴിച്ചോടുത്ത് നിൽക്കും, അങ്ങനെ ഒഴുകി പോകുന്നില്ലല്ലോ. വെള്ളം കൂടിയാൽ അത് ഒഴുകിപ്പോവും. ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് നമുക്ക് ദോശകൾ ചുട്ടെടുക്കാം. ജസ്റ്റ് ആവി വന്നു കഴിഞ്ഞാൽ അത്രയും ഒരു കുക്കിംഗ് ടൈം അതിന് വരുന്നുള്ളൂ കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അധിക സമയം വെച്ച് ഡ്രൈ ആക്കുക, മറിച്ചിടുക ഒന്നും വേണ്ട. ജസ്റ്റ് ചുറ്റിച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എൻ്റെ മേത്ത് കൂടെ ആവിയൊക്കെ വന്നു കഴിഞ്ഞ് അത് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ വെള്ളം വലിഞ്ഞെന്ന് കാണുമല്ലോ. ആ സമയത്ത് തന്നെ നമുക്ക് ഓരോ അപ്പവും ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ എല്ലാ അപ്പവും ചുട്ടെടുക്കാം കേട്ടോ. നമ്മൾ ചുട്ട് വെച്ചിട്ടുള്ള അപ്പങ്ങളിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് റോൾ ചെയ്ത് തുടങ്ങാം. എല്ലാം ഫുള്ള് അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് റോൾ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ഇതെല്ലാം ചൂടാറും. അപ്പോൾ നമുക്കത് നന്നായിട്ട് സ്റ്റിക്കി ആയി കിട്ടില്ല. അപ്പോൾ ഞാൻ റോൾ ചെയ്യുന്ന രീതി ഇങ്ങനെ കേട്ടോ. ജസ്റ്റ് ഫില്ലിങ് വെക്കും, ദെൻ ഒരു സൈഡിൽ നിന്ന് മടക്കും, പിന്നെ രണ്ട് സൈഡിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കും, ദെൻ റോൾ ചെയ്യും. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ. ഈ ഒരു രീതിക്ക് കേട്ടോ ഞാൻ ചെയ്യൽ. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ആക്കിയിട്ട് റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ചെയ്യാം, അല്ലാഞ്ഞാൽ അത് വിട്ടു പോരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ചൂടോടെ തന്നെ ആകുമ്പോൾ അത് നന്നായിട്ട് തന്നെ ഒട്ടി പിടിച്ചെന്നോളും, വേറെ പശൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഞാൻ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അതിലേക്കും കുറച്ചും കൂടി വെള്ളവും ചേർത്ത് കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടി ചേർത്തിട്ട് ഉള്ള ഒരു മിക്സാണിത്. മുഴുവൻ മുട്ടയിൽ ഞാൻ ചെയ്യാറില്ല, എണ്ണ പെട്ടെന്ന് മോശമാകുന്നത് കാണലുണ്ട്. അപ്പം ഈ ഉരുട്ടി വെച്ചിട്ടുള്ള റോളും ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ക്രംസിന് ഞാൻ 2 ബന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ക്രംസാണ് കേട്ടോ. അതിലേക്ക് ഓരോന്നും ഈ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ടുള്ള അതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പിൽ ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സാധാരണ അങ്ങനത്തെ ചട്ടി ഇട്ട് എടുക്കില്ല, അപ്പോൾ കുറച്ച് ഓയിൽ മതി, പുറത്തേക്ക് പോവില്ല. എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ആകുമ്പം എണ്ണ കുടിക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. എല്ലാം കുക്ക് ചെയ്ത് റെഡി ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. ജസ്റ്റ് ഒന്ന് ഒരു കോട്ടിങ് മാത്രമാണ് ഒന്ന് കുക്കായിട്ട് വരാനുള്ളതുള്ളൂ. അതും അത് ഫുൾ ഫ്ലെയിമിലിടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു സൈഡാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് അടുപ്പിൽ നിന്നും കോരാവുന്നതാണ്. വെച്ച് ഞാൻ അതുപോലെ തന്നെ വറുത്ത് കൊഴുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പൊരിച്ച് പോരാം. അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള, പുറം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.